അപ്പൊ ഇവന്താ പറഞ്ഞത് ഉമ്മ ഗർഭാശയം പോലെ മിനാന്നല്ലേ എന്ന് പറയാൻ കാരണം റസൂലുള്ളാഹി കാലത്ത് അജ്യത്തിലാണ് 1,00,000 സഹാബാക്കള്. ഇവിടെ നോക്കാം എത്ര ചെക്കിയത് 1,00,000 സഹാബാക്കള്. ചെറുതായിക്കണോ? ഇല്ല. അപ്പൊ അന്ന് 1,00,000 സ്വീകരിച്ച മീനെന്താ ഇപ്പൊ സ്വീകരിക്കുന്നത് 7,00,000 പേരെ സ്വീകരിക്കുന്നു. ഗർഭാശയം പോലെ ഒരു ഗർഭാശയം ഒരു ഗർഭാശയം ഒരു കുട്ടി 2 കുട്ടി 3 കുട്ടി 11 കുട്ടി ഉണ്ടാവുന്നതാണ് ഇപ്പൊ ശാസ്ത്രം ഇപ്പത്തെ സ്ഥിരീകരിച്ചത്. ഇതൊക്കെ ഉണ്ടായി ഒരു പ്രസവത്തിൽ അവിടെ വീടല്ലേ വീട് അതുവരെ 12 എത്ര കിലോമീറ്റർ 5.5 കിലോമീറ്റർ മൊത്തം മറ്റേ ഫാണ്ടല്ലോ കാറ്റ് പുറത്തു പോകണല്ലേ അങ്ങനെ വരികയാണ്. നമ്മുടെ ഇന്ന് കല്ലറ അടുത്ത് കാണാം. അത്ര കൃത്യമായ കാരണം അത്ര കൃത്യമായിട്ട് അടയാളപ്പെടുത്തി കൊടുത്ത റസൂലുള്ളാഹിക്കാര് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അടയാളപ്പെടുത്തി കൊടുത്താണ്. ഇത് മീന്റെ പുറത്തുള്ളത് മീൻ ഇതുവരെ ഉള്ളൂ. നമ്മൾ വീണ്ടും മീൻ പ്രവേശിച്ചു. അടുത്തുണ്ടെങ്കിൽ മരുപോലുണ്ടോ നീലമേ വൈകിട്ടുമേ ഈ കുറഞ്ഞ സ്ഥലമാകുന്നു. ഇടത്തെ ഭാഗത്ത് ചുവന്ന ബിൽഡിംഗാണ് ഡേഞ്ചർ അറിയപ്പെടുത്തിയ ചുവപ്പ് ഡേഞ്ചറാണല്ലോ. അതുണ്ടോ അടുത്ത ആ ചുവപ്പണകള് ഉണ്ടല്ലേ അതാ ചുവപ്പിടില്ലേ കണ്ടോ ബിൽഡിംഗ് കണ്ടോ ചുവപ്പ്. ഇതാകുന്നു അയിന് സുബൈദ കനാല്. ഞാൻ പറഞ്ഞു ഈ ദുൽഹിജ്ജ് 8 നമ്മൾ അവിടേക്ക് എത്തുക കണ്ടോ. ഇവിടെ നിന്നൊരു കുളം ഉണ്ട്, വലിയ കുളം. അതിന്റെ സ്ഥാനത്ത് അപ്പൊ അത് കാണിക്കുന്നത് ഒക്കെ അവിടെ കണ്ടില്ലേ. അപ്പോ നമ്മൾ ആജിമാരൊക്കെ എന്താ 1 മാസം മുന്നേ വരും. എന്താക്കും ആ ദുൽഹിജ്ജ് 8 എന്താക്കും അവരൊക്കെ എന്താക്കും നമ്മൾ താമസിക്കുന്ന പോലെ ഫ്ലാറ്റിനെ അങ്ങോട്ട് വരും. വിനായിലേക്ക് വരും. അതെന്താ വരിക ദുൽഹിജ്ജ 8. അതിന്താ പറയാ യോമോ ഇത് തെർവിയാല് വെള്ളം സമാധിക്കുന്ന ദിവസം. അതായത് ദുൽഹിജ്ജ് 9 എങ്ങോട്ട് വരണം നമുക്ക് അറഫയിലേക്ക് പോകണം. അറഫ എന്തില്ല വെള്ളമല്ല. അറഫയില് ആ കാലത്ത് വെള്ളമല്ല, നബിയുടെ കാലത്ത് വെള്ളമല്ല. കണ്ടോ ആ വെള്ളം കൊണ്ടാകുന്ന കനാലാണത്. പിന്നെ പിൻകാലത്ത് ഉണ്ടാക്കിയതാ. അപ്പൊ എന്താണ് അന്ന് ആജിമാർ ഉണ്ടാക്കാൻ നബിന്റെ കാലത്ത് പിന്നെ ഒരുപാട് നൂറ്റാണ്ട് കാലം എന്താണ് പിന്നെ ആജിമാരൊക്കെ എത്ര വെള്ളം വേണം 7 ലിറ്റർ വെള്ളം ഏറ്റുകൊണ്ടോ എന്നിട്ട് അറഫയിലേക്ക് 8 കിലോമീറ്റർ 7 കിലോമീറ്റർ. തോൽപ്പാത്രമാണ്. അത് കുടിക്കാനും വേണം കുളിക്കാനും. അപ്പൊ എന്ത് കുളിക്കാരപ്പൊക്കെ ഒരു സെക്കൻഡ് തുപ്പ സമയം ഈ അറഫിനുള്ളിൽ അവർക്ക് എന്ത് ലഭിച്ചു